ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് മറ്റൊരു റെസിപ്പിയും മറ്റ് വ്ളോഗും കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും റോക്കറ്റ് അടുപ്പ്. അപ്പോൾ അത് ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു. മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊരു യൂസ്ഫുൾ ആണ് എല്ലാവർക്കും. അപ്പോൾ എനിക്കെന്തായാലും ഒരു അടുപ്പ് പുറത്ത് വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഈ റോക്കറ്റ് അടുപ്പ് കണ്ണിപ്പെട്ടത്. അപ്പം നമ്മളും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. വളരെ ഈസി ആട്ടോ, ഇതെല്ലാവർക്കും നല്ലതായിരിക്കും. പുറത്ത് അടുപ്പ് ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്കിതൊന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വേണം, ഗ്രില്ല്. പലരും പല ടൈപ്പിലായത്, പക്ഷെ ഇതാണ് എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. പിന്നെ ഇഷ്ടിക ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോ ഏകദേശം എത്ര ഇഷ്ടിക എന്നുള്ളതും കൂടി പറ. ഒരു 28 ഇഷ്ടിക ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ഉണ്ടാക്കാം. ഉണ്ടാക്കേണ്ട സ്ഥലത്താട്ടോ ഞാൻ നിന്നിട്ടുള്ളത്. വീടിന്റെ ഒരു ബാക്ക് സൈഡിലായത്, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മണ്ണാണ് ഇവിടെ. അപ്പൊ ഇത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പ് ജസ്റ്റ് നമ്മൾ അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ ജില്ലിയിട്ട നിലായത് കൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. ഞാനൊരു അടുപ്പുണ്ടാക്കാൻ വേണ്ടി മേസ്ത്രീനെ വിളിക്കാനിരിക്കായിരുന്നു. കുറെ ട്രൈ ചെയ്തിട്ട് ഒഴിവാക്കിയതാ. അപ്പോഴാണ് ഈ ഒരു അടുപ്പ് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും കിടിലനാണ്, നമ്മളെ പോലെ എല്ലാവർക്കും ഉണ്ടാക്കാം. സംഭവം ഓക്കെ കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ്, ഒരു സ്പേസ് ഇല്ലാണ്ട് വേണം ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 3 സ്ക്വയറിൽ ഇങ്ങനെ 3 ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇതിൻ്റെ ഒരു പീസ് നമുക്ക് ഇങ്ങനെ വെച്ചോളൂ. എന്നാലേ ഇത് സ്ക്വയർ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 ഭാഗവും നമുക്കിങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് വരച്ചതിന് ശേഷം ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് 2 മുട്ടിയാൽ 2 പീസായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ആ ഒരു കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കുറച്ചിങ്ങനെ വെള്ളമായി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ പീസ് വെച്ച് കൊടുക്കാം. ഞാനത് ഇങ്ങനെ സൈഡിലാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലൊരു നെറ്റ്, ഇത് കുറച്ച് കട്ടിയുള്ളതായിരിക്കും ഗുണം ചെയ്യാൻ. ഇത് 12x12 ഇഞ്ചാണ്. അപ്പം ഈ ഒരളവിൽ കണക്കായിട്ട് കിട്ടിയ അത്രയും നല്ല. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അടുത്ത ലെയർ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ ചെറിയ പീസ് കട്ട വെച്ചില്ലേ അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിവിടെ വെക്കാം. അപ്പോൾ ആ ഒരു സ്പേസിൽ നമുക്ക് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് അത് അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റായി. ഒട്ടും സ്പേസ് ഇല്ലാണ്ട് വെച്ചാലായിരിക്കും നമുക്ക് കറക്റ്റ് കിട്ടാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്യാപ്പില്ലാണ്ട് നല്ല അടുപ്പിച്ചിട്ട് വെക്കണം. അപ്പോൾ ഇനി തേർഡ് ലെയറാണ്. തേർഡ് ലെയർ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഈ ഒരു പീസ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തുനിന്ന് വേണം നമ്മളിത് വെക്കാൻ. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഇഷ്ടിക ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് വെക്കുമ്പോൾ ഇതിങ്ങോട്ട് താഴേക്ക് പോകുന്നുള്ളൊരു പ്രശ്നം പേടി വേണ്ട. ഇത് നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതങ്ങ് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇനി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിലാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തെല്ലാം വെക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കണ്ടോ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കിട്ടും. ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഇവിടെ നല്ല അടുപ്പിച്ചിട്ട് വേണം വെക്കാൻ. ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ഇനി വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
നമ്മുടെ അടുപ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 27 തന്നെ. ഞാനും 27 ഇഷ്ടികയാണ് എടുത്തത്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റത്തെ 28ാമത്തെ പീസ് ഇവിടെ വെച്ച് കൊടുക്കാം. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സംഭവം വളരെ ഈസിയാണ്. നല്ല അടിപൊളി സംഭവം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതൊന്നും എനിക്ക് കത്തിച്ചു കൊടുക്കണം കേട്ടോ. അത് നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. റോക്കറ്റ് പോലെ തന്നെ ഉണ്ട് കാണാൻ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നെറ്റ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വിറക് വെച്ചാൽ നമുക്ക് ആ ഒരു വെണ്ണീറൊക്കെ അടിയിൽ വീഴാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയാണ് ഈ സാധനം വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വെക്കണം. ഇത് ഇതുപോലത്തെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കട്ടിയുള്ളതായാലും കുഴപ്പമില്ല, അതുപോലെ വെച്ചാൽ മതി. അപ്പം നമ്മൾ അടുപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാല് കാച്ചൽ ചടങ്ങ് കൂടെ നടത്താം. വെറുതെ ആക്കുന്ന കേട്ടോ. പാല് കാച്ചൽ അങ്ങനത്തെ നമുക്കത്തെ ചില്ല് ചടങ്ങല്ല. പക്ഷെ അപ്പം നമ്മളെ റോക്കറ്റ് അടുപ്പ് നല്ലോണം കത്തുന്നുണ്ട്. അപ്പം നമ്മളെ പാല് കഷ്ടപ്പെട്ടിട്ട് തന്നെ പതിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ടാണോ എന്നറിയില്ല, തീ പിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് തീ ശരിക്കും ഇതിന് പിടിച്ചു വന്നേ. എനിക്ക് തോന്നുന്നു ഇഷ്ടിക മാറ്റിയിട്ട് അടി കൂടെ പേപ്പർ കത്തിച്ചിട്ട് കത്തിച്ചാലായിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് കത്തിക്കിട്ടാം. പിന്നെ ചിലപ്പോൾ മഴക്കാലം ആയതുകൊണ്ടായിരിക്കും കുറച്ച് ചൂട് പിടിച്ച് കിട്ടിയതിന് ശേഷം ഇത് ശരിക്ക് കത്തി വരുള്ളൂ. എനിവേ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും പാലൊന്ന് പതിച്ച് കിട്ടി. ഇനി ഇനി നമുക്ക് നോക്കണം ഇതെങ്ങനെയാണ്. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവും നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്കൊരു കുഞ്ഞ് അടുപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് അത് കത്തിക്കാനാണ് കുറച്ച് പ്രയാസം. ഉദ്ദേശിച്ച പോലെ അല്ല കത്തിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ വിറക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഇഷ്ടിക മാറ്റിയിട്ട് അടി കൂടെ കത്തിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ. പുറത്ത് എക്സ്ട്രാ വെച്ചൊരു ഇഷ്ടികയില്ലേ, അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ആ ഓല കമ്പിന്റെ മേലെ വെച്ചിട്ട് അടിയിൽ നമ്മൾ പേപ്പർ വെച്ചിട്ട് കത്തിക്കത്. അപ്പം പെട്ടെന്ന് എന്നാലും കുറച്ചുകൂടെ കത്തിയത്. ഇത്ര വലിയ ഈസിയല്ല. പക്ഷെ എനിക്ക് തോന്നി ഇപ്പം മഴക്കാലമായോണ്ടായിരിക്കും. ഇത് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നല്ലോണം കത്തും. അത് ഓക്കെ, റോക്കറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ, അങ്ങനെ കത്തും. അപ്പം നമുക്ക് ഇനി അടുത്തൊരു ഡിഷ് ഇവരെ ട്രൈ ചെയ്യാനുണ്ട്. അതേതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും.